നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 23, 24 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടിയുണ്ട്. ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ദയവായി ഫോൺ വിളിക്കരുത്, പകരം മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഈ ദിവസങ്ങളിലെ ഈ അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജനുവരി 23 രാവിലെ 8:33 AM മുതൽ ജനുവരി 25 ഉച്ചയ്ക്ക് 1:35 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നത്. ആദ്യം മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രനും ശനിയും പ്രതികൂലമാണ്. 12ാം ഭാവത്തിൽ വ്യവസ്ഥാനത്ത് വയ്ക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പുതുതായിട്ടൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യരുത്. എങ്കിലും ഇവർക്ക് കർമ്മഭാവത്തിൽ സൂര്യൻ, ബുധൻ, ചൊവ്വ ഇവ അത്യധിക അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിനോടൊപ്പം ശുക്രനുമുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന ഗുണം, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും. നിയമപരമായ കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യതയുണ്ട്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടില്ല. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. വ്യാഴം, ശനി, ചന്ദ്രൻ, ശുക്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അതുവഴി നേട്ടങ്ങളുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, സർവ്വവിധ സൗഭാഗ്യം, വാഹന ലാഭം, അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഒരു വിജയസാധ്യത, സർവകാര്യ വിജയം പ്രതീക്ഷിക്കാം. സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. വ്യാഴം, സൂര്യൻ, ചൊവ്വ, ശനി ഇവ പ്രതികൂലമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ. എങ്കിലും ഇതിനൊക്കെ ഒരു തടസ്സം പ്രതീക്ഷിക്കുക. കാരണം 4 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എങ്കിലും മിഥുന രാശിക്ക് പൊതുവെ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി.
പുണർദം അവസാന പാദം പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ഒരു ഗ്രഹം പോലും ഇല്ല. അതേസമയം ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് 5 ഗ്രഹങ്ങൾ ഉണ്ട് താനും. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. പൊതുവെ കർക്കിടക രാശിക്ക് അത്ര വലിയ മെച്ചപ്പെട്ട ദിവസങ്ങളല്ല, അല്പം ദോഷാധിക്യമുണ്ട് താനും. മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയെല്ലാം പാലിച്ച് അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം ഗുണാധിക്യമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അഷ്ടമ ശനി തുടരുകയാണ്. അതുകൂടാതെ ചന്ദ്രനും ഇവിടെ അഷ്ടമത്തിലാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഈ ദിവസങ്ങളിൽ പാടില്ല. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സൂര്യൻ, ബുധൻ, ചൊവ്വ, വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ തൊഴിൽ വിജയം ഇവർക്ക് ഈ മകരമാസം മുഴുവൻ ഉണ്ടാവും. പിതൃഗുണം, പിതൃ സ്വത്ത് ലഭിക്കാം, സന്താന നേട്ടം, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, വാഹന ലാഭം, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. സർവ്വവിധ സൗഭാഗ്യം, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ അനുഭവത്തിൽ വരും. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങൾ, എങ്കിലും ഇവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അത്ര വലിയൊരു റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുകയാണ്. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇന്ന് ബമ്പറാണ്. ഓക്കെ, അല്ല, ഈ 26-ാം തീയതി ബമ്പറാണ്. അപ്പോൾ തുലാം രാശിക്ക് തന്നെ ലോട്ടറി അടിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. അത് എൻ്റെ രാശി ആയതുകൊണ്ട് പറഞ്ഞതല്ല. ഇവിടെ ഈ ദിവസങ്ങളിൽ ഈ 26-ാം തീയതി നറുക്കെടുപ്പ് നടക്കുന്ന ദിവസം തുലാം രാശിക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കൂടി കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, വാഹന ലാഭം. കൂടാതെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. സാങ്കേതിക മികവ് പ്രതീക്ഷിക്കുക. എങ്കിലും ചൊവ്വ ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ വാഹനമൊക്കെ എടുക്കുന്നത് കൊള്ളാം,
സൂക്ഷിച്ച് ഓടിക്കുക. അതിപ്പോൾ ചൊവ്വ അനുകൂലമല്ലെങ്കിലും വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഓക്കെ. തീപ്പൊള്ളൽ ഒക്കെ ശ്രദ്ധിച്ചോണം. ചൊവ്വ പ്രതികൂലമാണ്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ചൊവ്വ മാത്രമേ ഉള്ളൂ. ചൊവ്വാഴ്ച മുരുകന് അഥവാ സുബ്രഹ്മണ്യന് നമ്മൾ വഴിപാട് നടത്തുക, പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ലോട്ടറി എടുക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം. ഒരു ലോട്ടറി കൂടുതലൊന്നും എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ രാഹു അനുകൂലമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ലോട്ടറിയുടെ കാര്യം പറയുന്നത്. ഓക്കെ. അത് കൂടാതെ 7 ഗ്രഹങ്ങൾ മൊത്തത്തിൽ ഈ 23, 24 തീയതികളിൽ അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു ലോട്ടറി കൂടുതൽ ദയവായിട്ട് ആരും എടുക്കരുത്. ഓക്കെ. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, തൊഴിൽപരമായിട്ട് നേട്ടം ഈ മകരമാസം മുഴുവനുണ്ടാവും. അത് ഈ ചൊവ്വയും സൂര്യനും ശുക്രനും ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങളുണ്ടാവും. എങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. വ്യാഴം മാത്രമാണ് പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ വ്യാഴാഴ്ച വ്രതമെടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് ഒരു തുളസിമാല സമർപ്പിക്കുക. വ്യാഴാഴ്ച തന്നെ പാൽപ്പായസം കഴിപ്പിക്കുക, മറ്റ് വഴിപാടുകൾ നടത്തുക. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലപൂരാട ഉത്രാട ആദ്യപാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. വ്യാഴം 7ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ സർവ്വവിധ സൗഭാഗ്യം, ദാമ്പത്യ വിജയം. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് സൂര്യൻ, ചൊവ്വ, വ്യാഴം ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനി അനുകൂലമാണ്. ശുക്രനും ചന്ദ്രനും അനുകൂലമാണ്. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പിന്നെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യതയുണ്ടെങ്കിലും തടസ്സങ്ങൾ പ്രതീക്ഷിക്കാം. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും വ്യാഴവും ശുക്രനും അതിൻ്റെ കാഠിന്യം കുറയ്ക്കും. ഇവർക്ക് ബന്ധങ്ങളൊക്കെ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങളൊക്കെ ലഭിക്കും. എങ്കിലും ഇതിനൊക്കെ ഒരു തടസ്സം പ്രതീക്ഷിക്കുക. ഇവർക്ക് സർപ്പം, ശിഖി, ശനി, സൂര്യൻ, ബുധൻ, ചൊവ്വ എന്നിങ്ങനെ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രതികൂലാവസ്ഥയാണ് കൂടുതൽ കാണുക. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ഇവർക്ക് 7 ശനി തുടരുകയാണ്. ശിവന്, അയ്യപ്പന്, ശനിക്ക് ശനിയാഴ്ച വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്തരട്ടാതി രേവതി. മീനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക്
ജന്മശനി തുടരുന്നു. അപ്പോൾ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, തൊഴിൽപരമായിട്ട് ഇവർക്ക് നേട്ടമുണ്ടാവും. അത് ഈ മകരമാസം മുഴുവൻ ഉണ്ടാവും. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് 4 ഗ്രഹങ്ങൾ വന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള വിജയം, പിതൃസ്വത്ത് ലഭിക്കാം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 23, 24 തീയതികളിൽ രാവിലെ 5:18 AM മുതൽ 6 മണി 6 മിനിറ്റ് AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 23, 24 തീയതികളിൽ. ഇനി അഭിജിത്ത് മുഹൂർത്തം നോക്കാം. 23, 24 തീയതികളിൽ ഉച്ചയ്ക്ക് 12 മണി 15 മിനിറ്റ് PM മുതൽ ഉച്ചയ്ക്ക് 1 മണി 1 മിനിറ്റ് PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 23, 24 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 23-ാം തീയതി രാവിലെ 11 മണി 12 മിനിറ്റ് AM മുതൽ ഉച്ചയ്ക്ക് 12 മണി 38 മിനിറ്റ് PM വരെയാണ് 23-ാം തീയതി രാഹുകാലം. 24-ാം തീയതി രാവിലെ 9:46 AM മുതൽ രാവിലെ 11 മണി 12 മിനിറ്റ് AM വരെയാണ് 24-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 23-1-2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 3, 2, 9, 1 ഇവയും ഭാഗ്യസംഖ്യയാണ്. 24-ാം തീയതി ബമ്പർ നറുക്കെടുപ്പ് വരുന്ന ദിവസം. 24-1-2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8ഉം 9ഉം തുല്യ പ്രാധാന്യത്തോടെ ഞങ്ങൾ പറയുന്നു. അതുകൂടാതെ 6, 4, 2, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ബമ്പറിനെ കുറിച്ച് ക്രിസ്മസ് ബമ്പറിനെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ്ഡായിട്ടുള്ള വീഡിയോ ദയവായി കാണാൻ ശ്രമിക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 23-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള. 24-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഇവയുടെ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.